ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്, ഒരു വെറൈറ്റി. അപ്പോൾ നിങ്ങൾ മക്രോണിനെ കൊണ്ടിട്ട് പോളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതാ പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായത് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്, വേവിക്കാനുള്ള ആവശ്യമായ വെള്ളം എടുത്തിട്ടുണ്ട്. കുറഞ്ഞ വെള്ളമല്ല, കുറച്ച് കൂടുതൽ വെള്ളം എടുത്തോളൂ കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ്, 2 ടീസ്പൂൺ ഉപ്പാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമായത് ഓയിൽ എന്തിനാണ് ഒഴിക്കുന്നത് വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തളിച്ച് വന്നതിന് ശേഷം അതിലേക്ക് മക്രോണി ഇടാം. ഞാനിപ്പോൾ 2 ബൗൾ മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായതിനെ കൊണ്ടിട്ട് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 ബൗൾ എടുത്തത്. നിങ്ങൾക്ക് 1 ബൗൾ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ 2 ബൗളാണ് എടുത്തത്. അത് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഓയിൽ ഒഴിച്ചതിനെ കൊണ്ടിട്ട് അതിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായത് ഇത് തയ്യാറാക്കാൻ പോവുകയാണ്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, ക്യാരറ്റ്, കാബേജ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ അതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയായിട്ട് എടുത്ത്, കുറച്ചൊരു വലിയ ഉള്ളി, ചെറുതാണെങ്കിൽ 2 എടുക്കണം. അപ്പോൾ അത് നല്ലോണം കൊത്തി അരിഞ്ഞതാണ്. ഞാൻ ചോപ്പറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം വാട്ടിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുക കേട്ടോ. ഒന്ന് വാടേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാടിയെടുക്കുക. പിന്നെ വെജിറ്റബിൾസ് ഒന്നും അത്ര വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ളി മാത്രം ഒന്ന് നല്ല വെന്താൽ മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമായത് പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ, അതും വെളുത്തുള്ളി അതും ഇടുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടെ നമ്മൾ ബെൽ ബട്ടൺ അമർത്താനും മറന്നു പോകരുത്. പിന്നെ അതിലേക്ക് ക്യാബേജാണ് ഇടുന്നത്. ക്യാബേജ് ഇട്ടിട്ടും ഒന്ന് നല്ലപോലെ ഇളക്കുക. പിന്നെ ക്യാരറ്റും എടുക്കുക കേട്ടോ. പിന്നെ അത് രണ്ടും നമ്മൾ ചോപ്പറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ല കൊത്തി അരിഞ്ഞിട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ചോപ്പറിലിട്ടിട്ട് നല്ലപോലെ കൊത്തി അരിഞ്ഞിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായത് പൊടിയൊന്നും വേണ്ട, ഒരു ഗരം മസാല മാത്രം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല മാത്രം മതി കേട്ടോ ഇതിലേക്ക്. അപ്പോൾ അതും ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഉപ്പും ഗരം മസാലയും മാത്രം മതി. വേറെ നിങ്ങൾക്ക് മഞ്ഞപ്പൊടിൻ്റെ ആവശ്യമാണെങ്കിൽ, മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി എടുക്കുക. പക്ഷേ എനിക്ക് മഞ്ഞ കളറിന് ഒരു ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നില്ല. പിന്നെ കുറച്ച് കുരുമുളകും, വേറെ ഒന്നും ഇതിലേക്ക് വേണ്ട. പിന്നെ ഞാൻ ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത് 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കുക്കറിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് അത് നല്ലപോലെ മിക്സിയിൽ ഒരു എന്ന് പറഞ്ഞിട്ട് മാത്രം ഇതിൽ നിങ്ങളെന്താക്കുക, അത് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ മക്രോണി വേവിച്ചിട്ട് നമ്മളത് വെള്ളം വാരണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ വെള്ളം വാർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അതിലേക്ക് മിക്സ് ചെയ്യാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ടല്ലോ അത്. അപ്പോൾ നല്ലപോലെ അതും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. നോമ്പൊക്കെ നോമ്പാണ്. അപ്പോൾ നോമ്പ് ഇന്ന് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നോമ്പിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായത് 6 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. 6 കോഴിമുട്ട മിക്സിയിലേക്ക് എടുക്കുക. എന്നിട്ട് വേണ്ടത് അതിലേക്ക് കുറച്ച് ഉപ്പിടുക. പിന്നെ കുരുമുളക് ഇടേണ്ടത് രണ്ടും കുറച്ച് നുള്ളി ഇട്ടാൽ മതി. ഒരു ടീസ്പൂൺ കുരുമുളക് ഇടുക. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മൈദപ്പൊടി ആട്ടോ വേണ്ടത്. കൂടുതലാവരുത്, ഒറ്റൊന്ന് മതി കേട്ടോ. 1 ടീസ്പൂൺ മൈദപ്പൊടി എടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സിയിലിട്ടിട്ട് മിക്സ് ചെയ്യുക, ഇതേപോലെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതിൽ മിക്സ് ചെയ്ത സാധനം ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിക്കാം. ഇപ്പോൾ 6 കോഴിമുട്ട എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് 7 8 എത്ര വേണം എടുക്കാം, നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുന്ന പാൻ എടുത്തിട്ടുണ്ട്. അതിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൊടുത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ ഈ കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് അതിലേക്ക് ഇടുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇടുക കേട്ടോ. ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യാം. എല്ലാ ഭാഗവും നല്ലപോലെ ചട്ടകം എടുത്തിട്ട് പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പോള റെഡിയാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിലായിട്ട് മല്ലിച്ചപ്പ് ഒന്ന് ഡെക്കറേഷന് വേണ്ടി ചെയ്യണം കേട്ടോ. വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മൾ 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലാണ്, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ശേഷം നമ്മൾ കേക്ക് അടിപൊളിയായിട്ടുണ്ട്. സൈഡൊക്കെ നല്ല വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്കൊന്ന് മറിച്ചിടുകയാണ്.
മറിച്ചിട്ടിട്ട് അടിപൊളി പോള റെഡി ആയിട്ടുണ്ട്. അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ടൈമിലിട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു പാൻ എടുത്ത് മുകൾ ഭാഗം ഒന്ന് എടുക്കണമല്ലോ, മുകൾ ഭാഗം ഒന്ന് റെഡിയാക്കണം. പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് നമ്മളിതിലേക്ക് ഇടുകയാണ് കേട്ടോ. എന്നാലല്ലേ നമുക്ക് മുകൾ ഭാഗവും കുറച്ചൊരു നല്ലൊരിതുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളത് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടണേ. 5 മിനിറ്റ് ഇട്ടാൽ മതി കേട്ടോ, ലോ ഫ്ലെയിമിൽ. അപ്പോൾ നമ്മൾ അടിപൊളി മക്രോണി പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഉണ്ട് കാണാനിത്. ഈ പച്ചയും ഓറഞ്ചും ഒക്കെ ഇതിലേക്ക് എടുത്ത് കാണിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.